എടുത്തുള്ളത് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇത്രയും കാലം ഒരുമിച്ച് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാമാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും കൊണ്ടാണ് ഇതിങ്ങനെ തീർക്കാൻ സാധിച്ചത്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഇരുന്നത് കാണുമ്പോൾ വ്യക്തിപരമായിട്ടൊരു ഭയങ്കര സന്തോഷമാണ്. ഇത്തരം ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ സിനിമയിൽ തന്നെ ഒരുപാട് ഭീഷണികൾ വരുന്നുണ്ട്. ഇനി അങ്ങനത്തെ ഒരു ഭീഷണി അങ്ങനെ ഭീഷണി വരാൻ മാത്രം ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ ആ ഒരു രീതിയിലും അല്ല ഈ കഥ പറഞ്ഞിട്ടുള്ളതും. വളരെ പേഴ്സണലായിട്ട് KP വിനോദ് എന്നുള്ളൊരു സെയിൽസ്മാൻ്റെ ഒരു പേഴ്സണൽ ആംഗിളിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതൊരു പേഴ്സണൽ സ്റ്റോറി ആയിട്ടാണ് ഈ കഥയുടെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭീഷണിയുടെ അങ്ങനത്തെ ഒരു ആ ഒരു ആംഗിൾ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. താങ്കളുടെ കൊണ്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയാണ് ഇത് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വളരെ നല്ല കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഞാൻ മറ്റ് പല കമ്പനികളിലും കണ്ട പല ദുഷ്പ്രവണതകളും നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്. അതിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. കാണുമ്പോൾ നീവിൻചേട്ടൻ മാത്രം എഴുതിയിട്ടുള്ള രണ്ട് പോർഷനിലാണ് ഡയലോഗ് വരുന്നത്. ആ നീവിൻചേട്ടൻ മാത്രം എഴുതിയ ഡയലോഗായിരുന്നു. തിരിച്ചു വരുമോ എന്നുള്ള ഡയലോഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നിവിന് വേണ്ടിയിട്ടല്ല. നിവിൻ അങ്ങനെ ഒരു കംബാക്ക് എന്നുള്ളൊരു വാചകത്തിൽ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളെപ്പോഴും ജനപ്രിയ കഥാപാത്രങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നും ആ ആക്ടർ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി എന്നുള്ളത്. എനിക്ക് സത്യത്തിൽ ഈ ആക്ടേഴ്സ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്, ഞാനൊരു കട്ട നിവിൻ പോളി ഫാനാണ്. അപ്പോൾ ഇവർ ഈ കംഫർട്ട് സോണിൻ്റെ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഈ കംബാക്ക് എന്ന് പറയുന്നത് നിവിൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മോനെന്നുള്ളത് സ്ക്രിപ്റ്റ് തന്നെയുള്ള ഡയലോഗാണ്. നിവിൻ ചേട്ടന് വേണ്ടി മാത്രം എഴുതിയ ഡയലോഗല്ല. ഇത് കണ്ടില്ല, പല ഏജ് ബാൻഡിലുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഈ എല്ലാ ഏജ് ബാൻഡിലും ഉള്ള ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ആക്ടറല്ല നിവിൻ. അതുകൊണ്ടാണ് നിവിനേക്ക് എത്താൻ കാരണം. ബാക്കിയുള്ളവരൊക്കെ പെർഫോമൻസ് ഇപ്പം ഓഡിയൻസിനോട് കണ്ട് എല്ലാവരും നന്നായി എന്ന് പറയുന്നു. അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും സെലക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം എഫോർട്ട് എടുത്താണ്? ഞങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ്. ഞങ്ങളും ജിയോ ഹോട്ട്സ്റ്റാർ ഞങ്ങൾക്കൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. അങ്ങനെ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് ഓരോ ക്യാരക്ടറും അങ്ങനെ ഒരു പ്രൊഫഷണലി പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്തതാണ്. സീരീസുകൾ എപ്പോഴും സീസൺ 2 സീസൺ 3 അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതൊരു ഫാർമ ബേസ്ഡ് സാധനമാണ്. ഇതിന് അടുത്ത സീസണുകളും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സീസൺ 2 ഒക്കെ ആകുമ്പോൾ വല്ല ഭീഷണി ഉണ്ടാവുമോ അറിഞ്ഞൂടാ, നോക്കട്ടെ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഏത് പോയിന്റിലാണ് ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ്, ഞാൻ ഫാർമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് തീരുമാനിച്ചത് റിയാക്ട് ചെയ്യണം എന്നുള്ളത്. ഞാനൊരു നാടകപ്രവർത്തകനാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്നല്ലേ നമുക്ക് പ്രതികരിക്കാനുള്ള വിഷയമൊക്കെ കണ്ടുപിടിക്കുന്നത്. ആ കോഫി ഹൗസിൽ ഇരുന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്, അടിപൊളി ഒരു ഡയലോഗായിരുന്നു. മരുന്ന് വാങ്ങാൻ വേണ്ടി മരുന്ന് അല്ലേ, കൂടുതൽ പറയാത്തതിൻ്റെ സൂചന കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രി വളരെ, കാരണം മനുഷ്യൻ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന ആശുപത്രിയിലല്ലേ. അപ്പോൾ ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ നമ്മൾ പച്ച മനുഷ്യനായിട്ട് നിന്ന് പോകുന്നത്. അങ്ങനെ തോന്നി എഴുതുകയാണ്. താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ടിന് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. താങ്ക് യു. നല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? കണ്ടിട്ടില്ലല്ലേ? ഇതാണ് ഒരു സീരിയസ് വിഷയമാണ്. നമുക്കങ്ങനെ ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസ് അല്ല. കുറച്ച്, അതായത് എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനമാണ്. നമ്മൾ എല്ലാ സീരീസും ഫണ്ണും ത്രില്ലിങ്ങും മാത്രമായാൽ പോരല്ലോ. നമുക്ക് വീട്ടിലെ കുട്ടികളും നമ്മൾ പാരൻസൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളാണെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ കഴിക്കണ മരുന്നിന് ഒരു ശ്രദ്ധ വരും ഈ പടം കണ്ടാൽ. കാരണം ഇത് അരുൺ ചേട്ടൻ്റെ അനുഭവമാണ്. പുള്ളി ഫാർമസ്യൂട്ടിക്കൽ പരിപാടികളിലൊക്കെ ആയിട്ട് റിലേറ്റ് ആയിട്ടാണ് സിനിമയിൽ വരുന്ന മുന്നേ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പുള്ളി പറയുകയും ചെയ്തു. പുള്ളി കണ്ട ജീവിതങ്ങളും കണ്ട സെയിൽസ്മാൻ, അത് മെഡിക്കൽ റപ്പിൻ്റെയൊക്കെ ലൈഫാണ് പുള്ളി എഴുതിയേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റോ സാധനമുണ്ട്. ഭയങ്കര ഒരു സീരിയസ്, ഭയങ്കര രസം, ഈസി ആയിരുന്നു പുള്ളി. അങ്ങനെ ഒരു എന്താ പറയുക, പുള്ളി ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ സിങ്ക് ആവാൻ പറ്റിയായിരുന്നു. ഈ സീരീസിൽ കുറച്ചുകൂടെ ഫൺ ചിരിച്ചാ ഇല്ല, അങ്ങനെ അതൊരു ഫണ്ണായിട്ടൊന്നല്ല ചെയ്തത്. സിറ്റുവേഷനിൽ വരുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു, അത് ചിരിയല്ല, ചെറിയൊരു സ്മൈല് വരും മുഖത്ത്, ചെറിയൊരു, കാരണം മൊത്തം സീരിയസ് ആണ്. എല്ലാവരും ഭയങ്കര അങ്ങനത്തെ മോഡിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ. കാരണം നിവിൻ ചേട്ടൻ ഇതിൽ വരുമ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യണം അതുപോലെയാണ് ഞാനും വരുമ്പോൾ ബിഹേവ് ചെയ്യണം. ആ ഒരു സാധനമാണ് ഡയറക്ടർ പിടിക്കാൻ നോക്കിയിട്ടുണ്ടാവുക. ഫണ്ണായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മൊത്തത്തിൽ വെബ് സീരീസ് കണ്ടപ്പോൾ നിവിൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ തോന്നിയില്ല? നിവിൻ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ട് കുറച്ചായി. ഇതിലെനിക്ക് തോന്നുന്നത് അത് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പുള്ളിയുടെ ഒരു പരിപാടി കുറച്ച് നൈസായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സീരിയസ് റോള് പുള്ളി കുറച്ചായില്ലേ സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് സീരിയസ് ആയിട്ടുള്ളത് കുറച്ച്. പുള്ളി എപ്പോഴും ഫണ്ണും പരിപാടികളൊക്കെ ആണല്ലോ. ഇത് കുറച്ച് പുള്ളിയുടെ മോഡും വ്യത്യാസമുണ്ട്. രസമായിരുന്നു. ഓക്കെ.
അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിയൻസ്? ഓഡിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ത്രൂ ഔട്ട് ഇരുന്ന് കണ്ടു. വളരെയധികം സന്തോഷം. പുതിയ പടം നല്ല ഷോ ആയിരുന്നു. വളരെ എൻഗേജിങ് ആയിരുന്നു. നല്ല ഷോ ആയിരുന്നു. നല്ലായിരുന്നു. നല്ല സീരീസാണ്, നല്ല പെർഫോമൻസാണ്. നിവിൻ ഗംഭീരമായിട്ടുണ്ട്. ശ്രുതി അതിഗംഭീരമായിട്ട്. ശ്രുതി ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. ആൻഡ് ഭയങ്കര സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എല്ലാവർക്കും റിലേറ്റ് ആവും. നമ്മൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു വിക്റ്റിമാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ആൻഡ് കൂടുതൽ ചിന്തിക്കണം. നന്നായിരുന്നു. അരുൺ ചേട്ടൻ നന്നായി എഴുതുന്ന നല്ല ഇങ്ങനത്തെ ആശയങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങളുള്ളതും അത് വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആൻഡ് ഇത് ഭയങ്കര ബോൾഡായിട്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഇത് എങ്ങനെ ഇത് ഇത്ര ബോൾഡായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അടിപൊളിയാവട്ടെ. നിവിൻ നന്നായിട്ടുണ്ട്. നിവിൻ കുറേ നാളായി നമ്മൾ നിവിനെ കണ്ടിട്ട് ലൈക്ക് നിവിൻ്റെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ മെച്ചുവർഡ് റോളിലും കാണുന്നു. ഭയങ്കര ഹാപ്പി നിവിനെ അത് കണ്ടിട്ട്. ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ശ്രുതി ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. ആൻഡ് നല്ല കുറേ ക്യാരക്ടേഴ്സും നല്ല എൻഗേജിങ് ആണ്. ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ്. അപ്പോൾ എല്ലാവരും എൻഗേജ് ആയിട്ട്